ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കിടിലൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്രൊമോ വീഡിയോനാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പിലാണ്. അദ്ദേഹം വന്നിട്ട് അനുമോളെ നല്ല രീതിയിൽ എടുത്ത് കുടയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ആദില നൂറയ്ക്കും വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡെമോയൊക്കെ കാണിച്ചില്ലേ, ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടിട്ട്. അപ്പോൾ അതിന്റെ ഇതിനൊക്കെ നല്ല വൃത്തിയായിട്ട് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്. ശരിക്കും അനുമോൾ ഒന്ന് ഭയന്നിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമാകുന്നില്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്, നിങ്ങൾക്ക് അഭിമാനമില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കണക്കിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേണു സുധി ഔട്ട് ആവുമോ ഇല്ലയോ, അപ്പൊ ആ ഒരു കാര്യത്തിലും ഒരു തർക്കത്തിൽ നിൽക്കുകയാണ്. ഔട്ടായി എന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ അപ്പാനി ശരത്ത് പുറത്തു പോവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. പക്ഷേ വോട്ടിങ്ങിന്റെ നിലവാരം അനുസരിച്ചാണ് നമ്മൾ ആളിനെ പോകുന്നവരെ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് പോകുന്നെങ്കിൽ അതിന് എന്തുകൊണ്ടും അനുയോജ്യമായ വ്യക്തി എന്ന് പറഞ്ഞാൽ രേണു സുധിയും ശൈത്യയും ഒക്കെയാണ്. അതുപോലെ അപ്പാനിയൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ, അപ്പാനിക്ക് ശരിക്കും ഗെയിം ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹം എന്ത് ഗെയിമാണ് അവിടെ കാണിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും ചുമ്മാ കലിപ്പുണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ എന്താ അദ്ദേഹത്തിന്റെ ഗെയിം? എന്തായാലും അനുമോളുടെ ആ ഒരു ഡെമോ കാണിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനാണ് ലാലേട്ടന് ശരിക്കും കലിപ്പിലായത്. അതിന്റെ പേരിൽ നല്ല രീതിയിൽ അനുമോൾക്ക് കിട്ടുന്നുണ്ട്. അനുമോൾ ഏതാണ്ട് പേടിച്ച് ഭയന്ന രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. ഇനി അനുമോളുടെ ന്യായീകരണ തൊഴിലാളികളൊക്കെ വന്നിട്ട് അനുമോൾക്ക് സിമ്പതി നേടിക്കൊടുക്കാനൊക്കെയുള്ള ചാൻസ് ഒരുപാടുണ്ട്. അനുമോൾക്ക് ഇനി സിമ്പതിയിലൂടെ, ലാലേട്ടൻ വഴക്ക് പറഞ്ഞു, പാവം അനുമോള് ഇത്രയൊക്കെ അവിടെ കിടന്ന് സഹിച്ചു, അത്രയൊക്കെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അനുമോളെ ക്രൂശിലേറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സിമ്പതിയുടെ പുറത്തുള്ള വോട്ടുകളും കൂടി അനുമോൾക്ക് കിട്ടുമോന്ന് അറിയില്ല. പിന്നെ അനുമോള് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിന് നല്ല രീതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതായത് അനുമോള് പറഞ്ഞല്ലോ, ഞാൻ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുന്നില്ലേ, ഞാൻ മേടിച്ച പൈസക്കുള്ള കൂറ് കാണിക്കുന്നില്ലേ, ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുന്നില്ലേ, എന്നിട്ട് ആ ഒരു നന്ദി പോലും ബിഗ് ബോസിന് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിവിടെ ആർക്കും ഒന്നും നേടിത്തരണ്ട, ബിഗ് ബോസിന് നിങ്ങളൊന്നും നേടിത്തരണ്ട, അതൊക്കെ ഞങ്ങൾക്കറിയാം നേടിയെടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ല കൊടുക്കുന്നുണ്ട്. എന്തായാലും ചീഞ്ഞളിഞ്ഞ് നാറിയ പരുവത്തിലായിട്ടുണ്ട് അനുമോള് കുറച്ചധികം ഓവർ സ്മാർട്ടാണ്. അതിൻ്റെതായിട്ടുള്ള രീതികളാണ്, അതിൻ്റെതായിട്ടുള്ള പണികളാണ് അനുമോളെ തേടി വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് ഫാൻസ് പവർ ഉള്ള ഒരാളാണ് ബിഗ് ബോസ് വീട്ടിലെ അനുമോള്. എനിക്ക് തോന്നുന്നു ഫാൻസ് പവർ എടുക്കുകയാണെങ്കിൽ 1ാം നിരയിൽ തന്നെ നിൽക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോള്. പക്ഷേ അനുമോളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ഇപ്പോൾ പൂക്കളമിടിയിൽ മത്സരമാണേലും അപ്പോൾ ഈ അനുമോൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുമോളുടെ ടീം തന്നെ എപ്പോഴും വിജയിക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും ആ ഒരു ചിന്തയൊക്കെ ആവശ്യമാണ്. പക്ഷേ അനുമോളുടെ കാര്യത്തിൽ കുറച്ചധികം ഓവറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അതായത് ഓണസദ്യയിൽ ഓണ പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ പായസം ഉണ്ടാക്കുന്ന ആ ഒരു മത്സരം നടന്ന സമയത്ത് അനീഷായിരുന്നു മാർക്കിട്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് പറഞ്ഞത് ബിന്നിയുടെയൊക്കെ ടീമിന്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അനുമോള് വെച്ച പായസം പുകഞ്ഞു പോയി എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനുമോൾക്ക് കയറി കൊണ്ടു. പിന്നീട് അനുമോള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വെച്ച പായസം അയാൾക്ക് എന്തറിയാം, ഞാൻ വെച്ച പായസത്തിന് ഒരു കുഴപ്പമില്ല, നല്ല പായസം തന്നെയാണ്, അയാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ അനുമോള് കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ അനുമോളുടെ ധാർഷ്ട്യം മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. മറ്റാർക്കും തോന്നാത്ത കാര്യങ്ങളൊക്കെ അനുമോൾക്ക് മാത്രമേ തോന്നത്തുള്ളൂ. അതെന്താണ് ആ ഒരു പറച്ചിലെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അനീഷിന്റെ ടീം ആയിരുന്നിട്ട് പോലും അനീഷ് പറഞ്ഞത് ആ ഒരു പായസം പുകഞ്ഞു പോയി, അടുക്കി പിടിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അനുമോൾ അതുപോലും ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് അനുമോളുടെ മാത്രമല്ല ബിഗ് ബോസ് വീട്ടിനുള്ളിലെ പലരുടെയും എല്ല് ലാലേട്ടൻ ഊരിയെടുത്ത് കോല് കളിക്കുന്ന ഒരു വീക്കെൻഡാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു വീക്കെൻഡ് കാണാനായിട്ട് കാത്തിരിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അവിട്ടം ദിനാശംസകൾ.